വില കുറച്ച് കുറഞ്ഞാലും ബസ് ഇപ്പൊ വിൽക്കാമെന്ന് വിചാരിച്ചത് ഇഷ്ടമുണ്ടായിട്ടല്ല. ഞങ്ങളുടെ എല്ലാ ഐശ്വര്യങ്ങളുടെയും കാരണം ഈ ഒറ്റ ബസ്സാണ്. മുത്തച്ഛന്റെ കാലത്ത് വാങ്ങിച്ചതാ. അപ്പോ ഒരുപാട് പഴക്കണ്ടാവൂലേ? മണ്ണും വണ്ടിയും എപ്പോഴും പഴയതാ നല്ലത്. അതിനെക്കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടാ നിങ്ങൾ ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചത്. നോക്കിയും കണ്ട് നടത്തിയാൽ നഷ്ടം വരില്ല. നല്ല റൂട്ട്, വിശ്വസ്തരായ ജോലിക്ക, ഇത് രണ്ടും ശരിയായാൽ ബസ് ഒരിക്കലും ഒരു നഷ്ടമല്ല. റൂട്ടെന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ വേറെ ബസ്സില്ല. പിന്നെ മേൽനോട്ടം, അതിനിപ്പോ ഞാനുള്ളത് കൊണ്ട് അങ്ങനെയും ഒരു ബുദ്ധിമുട്ടില്ല. വേണ്ടും വിധം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്താൽ ഞാൻ അതിശോക്തി പറയല്ല. മനുഷ്യനേക്കാൾ വിശ്വസ്തനാണ് ഈ ബസ്. നല്ല മുഖലക്ഷണുണ്ട്. ആർക്ക്? വണ്ടിക്ക്. എന്താച്ചാ ഉറപ്പിച്ചോ? അത് അങ്ങനെ അങ്ങ് ഉറപ്പിച്ചു. ഇതാ തങ്കപ്പൻ നായർ. അച്ഛാന്ന് വിളിച്ചുകൊണ്ട് മകനാണെന്ന് മനസ്സിലായി. എന്ത് ചെയ്യണു? അവനങ്ങ് ഗൾഫിലാ. ഗൾഫിൽ എന്ത് ചെയ്യണു? എനിക്ക് സ്വന്തമായി ബിസിനസ്. എനിക്കിവിടെ 2-3 ഫ്ലാറ്റുകളുണ്ട്, ബെൻസ് കാറുണ്ട്, സ്വന്തം ബോട്ടുകളുണ്ട്, കപ്പലും ഉണ്ട്. കണ്ടാ തോന്നില്ലല്ലേ? സത്യത്തിൽ ഇവൻ ഗൾഫിൽ പോയത് കൊണ്ടാ ബസ് വിൽക്കാമെന്ന് വെച്ചത്. ആണായിട്ടും പെണ്ണായിട്ടും ഇവൻ ഒരുത്തനേ ഉള്ളൂ. ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. കുവൈറ്റിൽ നിന്ന് 10-15 ഫോൺ കോൾ വരാനുണ്ട്. ചെല്ലേ. വിളിക്കുന്നവരോട് മറുപടി പറഞ്ഞ് ഞാൻ തോറ്റു. മകൻ കല്യാണം കഴിച്ചതാണോ? ഏയ് അല്ല. ആലോചനകൾ പലതും വരുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങ് മനസ്സിൽ പിടിക്കുന്നില്ല. അപ്പോ ഞങ്ങൾ പോയിട്ട് ഇനിയും വരാം. ആയിക്കോട്ടെ. ഏതായാലും ബസ്സുമായിട്ടുള്ള ബന്ധം ഉറച്ചു. ഇനിയും പുതിയ പുതിയ ബന്ധങ്ങൾ പലതും ഉറപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വിശദമായിട്ട് പിന്നീട് പറയാം. അപ്പോ ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ. ദയവ് ചെയ്ത് ആരും ബഹളം വെക്കരുത്. ഇന്റർവ്യൂ ഉടൻ ആരംഭിക്കുന്നതാണ്. പിന്നെ ആ ഡ്രൈവറുടെ ജോലിക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പിരിഞ്ഞു പോകണം. എക്സ് മിലിറ്ററി കണാരനെ ഡ്രൈവറായി നിയമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒന്ന് മാറിക്കോ, ഒന്ന് പോട്ടെ. എവിടേക്കാ? ഞാൻ ബോംബെ. ദയവായി ക്യൂ പാലിക്കുക. ദയവായി ക്യൂ പാലിക്കുന്നില്ല. ദയവായി ക്യൂ പാലിക്കുക. ദയവായി ക്യൂ പാലിക്കുന്നില്ല. എനിക്ക് കത്ത് മുതലാളി കൊടുക്കണം. അതിനുവേണ്ടി വന്നതാ. ഞാൻ ഒന്ന് പോട്ടെ. ഇതൊരു സർക്കാർ ആഫീസ് അല്ല. എടോ, അതിന് ഞാൻ എന്ത് വേണമെന്ന്? പിൻവാതിലൂടെ ഒരുത്തിനെയും വിടില്ല. എനിക്ക് ചെവി കിട്ടൂടെ? ഞാൻ പൊട്ടനാ. മാറിക്കോ. ആഹാ, നിനക്കെന്നെ മനസ്സിലായില്ലല്ലേ? മുണ്ടോ നീ ആദ്യം മുണ്ട്. നീ മുണ്ട്. അങ്ങനെ പറ. ഇത് പുതുക്കാട് MLA കത്താ. MLA കത്തോ? നേരത്തെ പറയണ്ടേ? അതല്ലേ നേരത്തെ പറഞ്ഞത്. നീ ചിരിക്കണ്ട. നീ ചിരിക്കാറാകുമ്പോ ഞാൻ പറയാൻ കേട്ടോ. അല്ലേ മുതലാളി, ഒരു MLA കണ്ടക്ടർ ജോലിക്കോ? MLA കത്ത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ശ്രീ KP തങ്കപ്പൻ നായർ ബസ് മുതലാളിയായ വിവരം പുതുക്കാട് MLA വരെ അറിഞ്ഞിരിക്കുന്നു. ഇത്രയും സത്യസന്ധനായ ഒരാളെ കണ്ടക്ടർ ജോലിക്ക് കിട്ടുകയില്ലെന്നാണ് MLA എഴുതിയിരിക്കുന്നത്. MLA പറഞ്ഞ ആളല്ലേ, സത്യസന്ധതയൊക്കെ കണക്ക് തന്നെ ആയിരിക്കും. നമസ്കാരം. രാഘവൻ. അതെ. മുൻകാല പരിചയം എന്ന് വെച്ചാൽ മുൻപ് എവിടെ ജോലി ചെയ്തിരുന്നു എന്ന് ചോദ്യം. ഞാൻ KSRTC-ലായിരുന്നു. എന്നിട്ട് എന്നെ അവിടുന്ന് പിരിച്ചു വിട്ടു. പിരിച്ചു വിട്ടോ? അതെ. എന്തിന്? തൊഴിലിനോട് കൂറ് കാണിച്ചതിന്. എന്ന് വെച്ചാൽ വ്യക്തമായി പറഞ്ഞാലേ മുതലാളിക്ക് മനസ്സിലാവൂ. എന്ന് വെച്ചാൽ ചുരുക്കി പറയാം. ട്രാൻസ്പോർട്ട് മന്ത്രി ഒരു ദിവസം പരിശോധനയ്ക്കാണെന്നും പറഞ്ഞ് വണ്ടി കയറി. അയാളുടെ കയ്യിൽ ടിക്കറ്റോ പാസോ ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട വണ്ടി പട്ടത്തെത്തിയപ്പോ ഞാൻ മന്ത്രി ഇറക്കി വിട്ടു. പക്ഷേ ഇതേ വണ്ടി എറണാകുളത്തെത്തിയപ്പോ ഡിസ്മിസൽ ഓർഡർ തന്ന് ഡിപ്പാർട്ട്മെന്റ് എന്നെ ഇറക്കി വിട്ടു. പക്ഷേ അന്ന് എന്നെ അഭിനന്ദിക്കാൻ ഒരേ ഒരാളുണ്ടായിരുന്നുള്ളൂ, പുതുക്കാട് MLA. ആ ബന്ധമാണ് ഈ കത്ത്. കാര്യമൊക്കെ കൊള്ളാം. എന്ന് വെച്ചാൽ ഇതൊരു സ്വകാര്യ സ്ഥാപനമാണ്. നമുക്ക് വേണ്ടപ്പെട്ട ചില കക്ഷികൾ വണ്ടിയിൽ കയറിയാൽ അല്പം സ്വല്പം വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ടി വരും. അതിന് എന്നെ കിട്ടില്ല സാർ. എനിക്ക് ജോലി തരണ്ട. പക്ഷെ ഈ ഇരിക്കുന്ന സാക്ഷാൽ മുതലാളി തന്നെ ആയാലും ശരി, ടിക്കറ്റ് ഇല്ലാതെ വണ്ടി കയറിയാൽ ഞാൻ ഇറക്കി വിടും. എനിക്ക് ജോലി വേണ്ട. തൊഴിലാണ് എന്റെ ചോറാണ് എന്റെ തൊഴിൽ.
ഇത് രണ്ടുമാണ് എന്നെ വഴിയാധാരം. ഈശ്വരാധീനം. എന്നെ 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 ദുബായിക്കുള്ള ഒരു വിസ ഒത്തുകിട്ടാൻ സാധ്യതയുണ്ട്. അത് നടന്നാൽ അമ്മാവൻ എന്നോടുള്ള സമീപനം മാറ്റും. അതുവരെ അയാളെ വെള്ളം കുടിപ്പിക്കാം. രാഘവേട്ട, സത്യത്തിൽ എന്റെ അമ്മയ്ക്ക് അവകാശമുള്ള 5 ഏക്കർ തെങ്ങുപുരയിടം അയാൾ കൈവശം വെച്ചിരിക്കുന്നു. അതും അതിന്റെ പലിശയും കിട്ടാതെ എന്റെ ഈ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല. രാഘവേട്ടൻ ഇരിക്കും, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താ പറയാം. അപ്പൊ ഈ കാപ്പിയുടെ കാശ് ഞാൻ കൊടുക്കണം അല്ലേ? ഇല്ലേ, ഞാൻ നേരെ അങ്ങോട്ടേ ഇല്ല. നിങ്ങൾ രണ്ടാളും അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അവിടുത്തെ കാര്യം നീ ഏറ്റു, എന്നാ ഇവിടുത്തെ കാര്യം ഞങ്ങൾ ഏറ്റു. ശരി. ഒരാളെ അന്വേഷിച്ചു പോയിട്ട് അയാളെയും കാണാനില്ല. ഇതിപ്പോ ആരോട് ചോദിച്ചാലേ വഴി മനസ്സിലാവുക. അതിപ്പോ തങ്കപ്പൻ നായരുടെ വീട്ടിലേക്കുള്ള വഴി അവനറിയാം. പറഞ്ഞു കൊടുക്കണേ. നമസ്കാരം. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ വലത്തോട്ടൊരു വഴി കാണും, അതിലേ പോകരുത്. ഇടത്തോട്ട് പോകുമ്പോൾ ഒരു 2 ഫർലോങ് പോകുമ്പോൾ വീണ്ടും വലത്തോട്ടൊരു വഴി കാണും, അതിലെ 3ാമത്തെ വീടാണ് തങ്കപ്പൻ നായരുടെ വീട്. താങ്ക്സ്. ശരി. പാവം, എങ്ങനെ കഴിഞ്ഞിരുന്ന ആളാ, ഇപ്പൊ സ്വത്തെല്ലാം ജപ്തി ചെയ്യാൻ പോവാണത്രേ. ആളുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? നീ എന്തിനാ വെറുതെ ജപ്തിയുടെ കാര്യമൊക്കെ ഇവരോട് പറയുന്നത്? ഇവരൊന്നും അറിഞ്ഞിട്ടില്ല സ്ഥിതിക്ക് ഇഷ്ടം പോലെ ആയിക്കോട്ടെ, അത് അവരുടെ കാര്യം. ഒന്ന് ചോദിച്ചോട്ടെ, അല്ല തങ്കപ്പൻ നായരെ പറ്റി ആണെങ്കിൽ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. മകളെ പെണ്ണ് കാണാൻ പോവാണേ, ചെറുക്കൻ ഗൾഫിലാ. ദാരിദ്ര്യവാസികളുടെ ഇടയത്തിന് ചാണ്ട കാര്യം ഇവനില്ല. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ അറിയും. എന്തോ നിങ്ങളുടെ മുഖത്ത് നോക്കി കള്ളം പറയാനും തോന്നില്ല. ഒരു പെൺകുട്ടിയുടെ ഭാവിയുടെ പ്രശ്നമാണേ. തങ്കപ്പൻ നായർ എന്നെ എല്ലാ സത്യവും നിങ്ങളോട് പറയും. ഒരു കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്യണം? നിങ്ങൾ കല്യാണ പാർട്ടീസ് ആണെന്ന് പറയണ്ട. വെറുതെ സ്വത്തുവരെ അന്വേഷിക്കാൻ വന്നവരാണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുകയാണെങ്കിൽ എല്ലാ കാര്യവും തങ്കപ്പൻ നായർ എന്നെ തുറന്ന് പറയും. ഓഹോ, പോകാം. ശരി. അങ്ങനെ താങ്ക്സ്. ഇന്നത്തെ സ്ഥിതിക്ക് 1 ലക്ഷം രൂപയെങ്കിലും അമ്മാവൻ ഉടൻ കെട്ടേണ്ടി വരും. ഈ ഇൻകം ടാക്സുകാർ കണ്ണു വെച്ചാ പിന്നെ പോക്ക. ചതിച്ചല്ലോടാ അച്യുതാ. ഈ കരിഞ്ചന്തക്കാരെയും പൂഴ്ത്തിവെപ്പുകാരെയും ഒന്നും അവന്മാർ പിടിക്കൂല. പാവപ്പെട്ട കൃഷിക്കാരന്റെ മെക്കെട്ട് കയറിക്കോളും. പാവപ്പെട്ട കർഷകനല്ലല്ലോ അമ്മാവൻ. കള്ളപ്പണം ഒത്തിരി ഉണ്ടെന്ന് അവന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ അമ്മാവ, ഒറ്റ വഴിയേ ഉള്ളൂ. ഉള്ള സ്വത്ത് എല്ലാം കടത്തിലാണെന്നങ്ങ് പറഞ്ഞേക്കണം. കാല് പിടിക്കേണ്ടെന്നാ മടിക്കണ്ട. ഈ വക കാര്യത്തിൽ നിന്ന് അഭിമാനം നോക്കിയിട്ട് കാര്യമില്ല അമ്മാവ. അവർ വരുന്നു. അമ്മ അവർ കാര്യം ചെയ്യണം. ആ മോതിരവും മാലയൊക്കെ ഒരു തന്നാട്ടെ. ഞാൻ വെച്ചോളാം, നീ പൊക്കോ. അവന്മാര് പുറത്തു പോകുന്നവരെ അമ്മ ഒരു കാര്യം ചെയ്യണം. അമ്മായി നന്ദിനി പുറത്തു വരാൻ നോക്കണം. നമസ്കാരം. നമസ്കാരം. വരൂ. വരണം സാർ, വരണം സാർ. അങ്ങോട്ടിരി. നമസ്കാരം. അങ്ങോട്ടിരിക്കാൻ. മിസ്റ്റർ തങ്കപ്പൻ നായരല്ലേ? അതെ. എന്താണാവോ വിശേഷിച്ച്? വിശേഷിച്ചൊന്നുമില്ല, പോകുന്ന വഴിക്കൊന്ന് കയറിന്ന് മാത്രം. പറയൂ. ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലൊരു കെട്ടിടം പണിയാൻ ഒരു 3-4 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും, ഇല്ലേ? മുത്തശ്ശന്റെ കാലത്ത് പണിതാ. ഇതാ ഇപ്പൊ ഒരു ശാപമായത്. ഇതൊന്ന് വൃത്തിയായിട്ട് തൂത്തു തുടയ്ക്കാൻ ഒരാളെ വെക്കാൻ പോലും ഇന്ന് ശേഷിയില്ല. അയ്യോ, അതെന്ത് പറ്റി? കേസും കോടതിയും, കോടതിയും കേസും ഒക്കെ കടത്തിലായി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ.
പിന്നെ വിട്ടുമാറാത്ത ഈ ചുമയും. പറമ്പിലൊക്കെ ധാരാളം കൃഷിയുണ്ടല്ലോ. ഉണ്ട്, പക്ഷെ ഒക്കെ കാണാനേ എനിക്ക് വിധിയുള്ളൂ. പറമ്പ് മുഴുവൻ പാട്ടത്തിന് കൊടുത്തിരിക്കുക. കുട്ടികളെ ഒന്നേ ഉള്ളൂ, മകളാ. അവളുടെ ചികിത്സയ്ക്ക് തന്നെ വേണം മാസാമാസം നല്ലൊരു തുക. കുട്ടിക്ക് എന്താ അസുഖം? ഇന്നതൊന്നുമില്ല. എന്നാ പിന്നെ ആരോഗ്യമൊന്നുമില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. സന്തോഷം. അല്ല മാറിയേക്ക്. കുടിക്കാൻ പോയി തൊലയിട്ട. ഇല്ല, ഇല്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്ന അമ്മാവ? ഒരു അത്യാവശ്യം വന്നപ്പോ അച്ഛനും വേണ്ടി വന്നില്ലേ? അത് പിന്നെ അങ്ങനല്ലേ അച്യുതാ. നിന്റെ അച്ഛന്റെ കൊനഷ്ട ബുദ്ധി സൂത്രപ്പണിയൊക്കെ നിനക്കും കിട്ടാണ്ടിരിക്കുവോ? നീ അപ്പുറത്ത് ചെന്ന് കാപ്പിയും പലഹാരവും എല്ലാം കഴിച്ചിട്ട് പോയാ മതി. ചെല്ലേ.